ഉപദേശി നാളെ JBCയിലേക്കുള്ള ഉപരിപഠനത്തിനായിട്ട് പോകാൻ ഉദ്ദേശിക്കുകയാണ്. അതൊരു പഠനമാണല്ലോ. എല്ലാ പഠനങ്ങളെയും അനുഗ്രഹിക്കുന്ന ദൈവമാണല്ലോ. ദൈവത്തിൻ്റെ കൃപ കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ മുകളിലുള്ളവർക്ക് പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പഠിക്കുന്നവർക്ക് എല്ലാവർക്കും കർത്താവിൻ്റെ കൃപയും അനുഗ്രഹവും ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എന്മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരവുമേ അവരുടെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എന്മനമേ യഹോവയെ വാഴ്ത്തുക, അവരുടെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അവൻ നിന്റെ അകത്യമൊക്കെ മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. അവൻ നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു. നിന്റെ യൗവനം കഴുകനെ പോലെ പുതിയ വരത്തക്കോണം അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. യഹോവ സകല പീഡിതന്മാർക്കും വേണ്ടി നീതിയും ന്യായവും നടത്തുന്നു. അവിടുത്തെ കർത്താവേ, ഞങ്ങളുടെ തിരുവനന്തപുരം സെന്ററിലെ വിവിധ ഇടവുകളിൽപ്പെട്ട കുഞ്ഞുങ്ങൾ കർത്താവെ നാളെ മുതൽ സ്കൂൾ വർഷം ആരംഭിക്കുമ്പോൾ, വിവിധ കോഴ്സുകൾ ആരംഭിക്കുമ്പോൾ കർത്താവെ അവരുടെ സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും എല്ലാം പോകുമ്പോൾ ദൈവത്തിൻ്റെ ധാരാളമായ കൃപ അവർക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബുദ്ധിയും പരിജ്ഞാനവും വിവേകവും അനുഗ്രഹവും ഈ കുഞ്ഞുങ്ങളുടെ മേൽ വർഷിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണം. ഉയർന്ന ക്ലാസ്സുകളിൽ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പഠിക്കുന്നവരുണ്ടല്ലോ, അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വിവിധ പ്രവേശന പരീക്ഷകൾ എഴുതുന്നവരുണ്ടല്ലോ, അവരെല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയാണ്. കർത്താവേ, നല്ല വിജയം നൽകി അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക നാളെ JBCയിലേക്ക് വൈദിക ഉപരിപഠനത്തിനായി പോകുന്ന സുബിൻരാജ് ഉദ്ദേശിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ധാരാളമായ കൃപകളിൽ അവരുടെ മേലെ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ഒരു അനുഗ്രഹിക്കപ്പെട്ട വേലക്കാരനായി തുടരുവാൻ എപ്പോഴും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കുഞ്ഞുങ്ങളെല്ലാവരെയും ദൈവകാര്യങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും വേണ്ടി ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച പ്രിയ രക്ഷകന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കും.
ആലോചനയാണ്. ബി സ്ട്രെങ്തൻ ഇൻ ദ ലോർഡ്. കർത്താവിൽ ശക്തിപ്പെടുക. അതിന് നമ്മൾ വായിച്ച വേദഭാഗങ്ങൾ പഴയ നിയമത്തിലെ വേദഭാഗം 1 ശമൂവേൽ 30 1 ശമൂവേൽ 30 അതിന്റെ 6 വാക്യം ഇവിടെ കുഴിവാക്യമായിട്ട് വായിച്ചതാണ്. ഞാൻ ഒന്നുകൂടെ അത് വായിക്കുന്നു. 1 ശമൂവേൽ 30 6 വാക്യം. ദാവീദ് വലിയ കഷ്ടത്തിലായി. ജനത്തിൽ ഓരോരുത്തരുടെ ഹൃദയം താന്താന്റെ പുത്രന്മാരെയും കുറിച്ച് വ്യസനിച്ചിരിക്കൊണ്ട് അവനെ കല്ലെറിയണമെന്ന് ജനം പറഞ്ഞു. ദാവീദോ തന്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവേ, അവിടുത്തെ ജീവനുള്ള വചനത്തിന്റെ മുൻപാകെ ഞങ്ങൾ വന്നിരിക്കുമ്പോൾ ഈ വചനത്തിന്റെ ആലോചന അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളുടെ ഉള്ളങ്ങളിലേക്ക് നൽകി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണല്ലോ ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കുന്നത്. കർത്താവേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിന് ശക്തി പകരുന്ന ചിന്തകൾ നൽകി തരണമേ. അടിയന്റെ മേലും അവിടുത്തെ കൃപ ചൊരിയണമേ. അടികളെല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ വചനത്തെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ദാവീദ് രാജാവിനെ അവന്റെ ജീവിതത്തിൽ ശക്തിപ്പെടുത്തിയ വലിയവനായ ദൈവം ഞങ്ങളെയും ഓരോരുത്തരെയും ശക്തിപ്പെടുത്തി അനുഗ്രഹത്തോടെ മുന്നോട്ട് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലവും യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. അവനെ മുകളിൽ എഴുതിയിട്ടുണ്ട്. അവനെ കൊല്ലേണ്ടതിന് ശൗൽ അയച്ച ആളുകൾ വീട് കാത്തിരുന്ന കാലത്ത് ചമച്ചത്. ശൗലിനെ പേടിച്ചോടുമ്പോൾ ദാവീദ് ശൗലിനെ മാത്രമല്ല പേടിച്ചോടുന്നത്, സ്വന്തം മകൻ അബ്ശാലോം അവനെതിരെ തിരിയുന്നു. വല്ലാത്ത പ്രയാസം. ഫെലിസ്ത്യർ അവനെ ഗത്തിൽ വെച്ച് പിടിക്കുമ്പോൾ എഴുതിയതാണ് 56 സങ്കീർത്തനം. 56 സങ്കീർത്തനത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളും അതുപോലെ വായിച്ചത്. ദൈവവൈദ്യന്റെ വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ദൈവവൈദ്യന് നൽകുന്ന മറുപടിയാണിത്. ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും. ഞാൻ ദൈവത്തിൽ അവന്റെ വചനത്തെ പുകഴും. ദൈവം എനിക്ക് നൽകിയ വചനമുണ്ട്, ഞാൻ അതിൽ പുകഴും. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല. ജഡത്തിന് എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും? ദാവീദിന് ചോദ്യങ്ങൾ തിരിച്ചു ചോദിക്കാം. വിശ്വാസ ജീവിതത്തിൽ അവൻ പതറിപ്പോകുന്നു, വിശ്വാസത്തിൽ ബലപ്പെടുകയാണ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ ശോധനകളായിരിക്കുമ്പോൾ, കഠിന ശോധനകളിലെ അനുഭവങ്ങൾ കൂടെ പോകുമ്പോൾ നമ്മുടെ വിശ്വാസം പരിശോധിക്കപ്പെടുകയാണ്, ചോദ്യം ചെയ്യപ്പെടുകയാണ്. യോബിന്റെ ജീവിതാനുഭവങ്ങൾ വെളിപ്പെടുത്തുന്നതാണ്. അവസാനമായിട്ട് വിശ്വാസത്തിൽ ഉറയ്ക്കാൻ, ദൈവത്തെ വാസ്തവമായി രുചിച്ചറിയാൻ അവർ ഇടവരുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഫാനി ക്രോസ്ബി ഇംഗ്ലീഷിൽ മനോഹരമായ ഗാനങ്ങൾ എഴുതിയ 8000 ഗാനങ്ങൾ അവർ രചിച്ചു എന്നാണ് പറയുന്നത്. 3000 പ്രിന്റായിട്ട് വന്നു, പ്രിന്റിൽ വന്നു. അന്ധയാണ്, പാർഷ്യലി ബ്ലൈൻഡ്. എന്നാലും അനേകം പാട്ടുകളിൽ നമ്മൾ പാടുന്ന ഒത്തിരി മനോഹരമായ ഗാനങ്ങൾ. ബ്ലെസ്ഡ് അഷ്യൂറൻസ്, ജീസസ് ഈസ് മൈൻ, യേശുവിൻ സ്വന്തം, ഹല്ലേലൂയ. മനോഹരമായ ഒത്തിരി ഗാനങ്ങൾ എഴുതി. ആ പാട്ട് ഞാൻ എൻ്റെ കർത്താവിനെ മുഖാമുഖമായിട്ട് കാണുന്ന ദിവസത്തിന്റെ പാട്ടാണ്. അവരോട് പാടാൻ പറഞ്ഞപ്പോൾ അവർ പാടിയ പാട്ടാണ്. യൂട്യൂബിലൊക്കെ നോക്കിയാൽ കാണാം. സൺഡേ ദ സിൽവർ കോഡ് വിൽ ബ്രേക്ക്. ഒരു ദിവസം എൻ്റെ വെള്ളിച്ചരട് അറ്റുപോകും എന്ന് പറഞ്ഞാൽ അറിയാം. സഭാപ്രസംഗിൽ വെള്ളിച്ചരട് അറ്റുപോകുക എന്ന് പറഞ്ഞാൽ ജീവിതം അവസാനിക്കുക എന്നാണ്. ഒരു ദിവസം എൻ്റെ വെള്ളിച്ചരട് അറ്റുപോകും. സൺഡേ ദ സിൽവർ കോഡ് വിൽ ബ്രേക്ക് ആൻഡ് ഐ നോ മോർ ആസ് നൗ ഷാൽ സിംഗ്. ഞാനിപ്പോൾ ഒത്തിരി പാട്ടുകൾ പാടുന്നുണ്ട്, പാട്ടുകളെല്ലാം നിലയ്ക്കും. അതിൽ ശ്രേഷ്ഠമായതെന്ന് എൻ്റെ മുമ്പിൽ വെളിപ്പെടുകയാണ്. I shall see him face to face. ഞാൻ എൻ്റെ കർത്താവിനെ മുഖാമുഖം കാണും. ഞാൻ എൻ്റെ കർത്താവിന്റെ സന്നിധിയിൽ ചെന്ന് അവനെ മുഖാമുഖം കാണുന്ന പ്രത്യാശയാണ് എൻ്റെ മുമ്പിലുള്ളത്. നമ്മുടെ എല്ലാം പ്രത്യാശ അത് തന്നെയാണ്. ഒരു ദിവസം നമ്മുടെ കർത്താവിനെ മുഖാമുഖം കാണാനാണല്ലോ നമ്മുടെ ജീവിത ഓട്ടം. ഞങ്ങൾ അവനെ മുഖാമുഖം കാണും, ഞങ്ങൾ അവനോട് കൂടെ ആയിരിക്കും. ഈ ഭൂമിയിലെ കഷ്ടങ്ങളും ക്ലേശങ്ങളും രോഗങ്ങളും വാർദ്ധക്യവും ക്ഷീണവും വീൽ ചെയറും എല്ലാം തീരും. അപ്പുറമായിട്ട് നമ്മുടെ മുമ്പിൽ ഒരു വലിയ ഭാവി പ്രത്യാശയും കർത്താവിനെ മുഖാമുഖം കാണുന്നതായ ഒരു ദിവസം. അതിനുവേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ആ ദിവസത്തിന് വേണ്ടി ഒരുങ്ങുന്ന നമ്മളുടെ ജീവിതയാത്രയിലെ ഓരോ ദിവസവും ശക്തിപ്പെടുത്തുന്നത് അവന്റെ പരിശുദ്ധാത്മാവാണ്. അവന്റെ എന്റെ ബലവും എന്റെ
ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുത്തി, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. കഷ്ടത ഒരു യാഥാർത്ഥ്യമാണ്. പിന്നെ നമ്മൾ രണ്ടാമത് കണ്ടത് മനുഷ്യന്റെ സഹായം ഗർഭമാണ്. മനുഷ്യ സഹായം നമ്മളെ തോൽപ്പിക്കും. ചിലപ്പോൾ മനുഷ്യന്റെ സഹായം ഉണ്ടാവില്ല. മൂന്നാമത് നമ്മൾ ചിന്തിച്ചത് കർത്താവാണ് നമ്മുടെ ബലം, കർത്താവാണ് നമ്മുടെ ശക്തി, കർത്താവാണ് നമ്മുടെ സങ്കേതവും ബലവും ആയിരിക്കും. അവനിൽ ധൈര്യപ്പെടുകയും ശക്തിപ്പെടുകയും ചെയ്യും. എന്ത് ജീവിതാനുഭവങ്ങൾ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിൽ ആ ജീവിതാനുഭവത്തിന് മുമ്പിൽ കർത്താവെ തളരാതെ എൻ്റെ വിശ്വാസ ജീവിത ഓട്ടത്തിൽ ധൈര്യത്തോടെ മുന്നോട്ട് പോകുക. ദാവീദിനെ പോലെ എന്ത് വലിയ കഷ്ടത്തിലായാലും ആ ജീവിതാനുഭവത്തിൽ കർത്താവിൽ ധൈര്യപ്പെടുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. കർത്താവിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സെന്റ് തോമസ് ഇവാഞ്ചലിക്കൽ സഭ ഈ കഴിഞ്ഞ 65 വർഷങ്ങൾ വിശ്വാസ ജീവിതത്തിൽ ദൈവം നമ്മളെ വഴി നടത്തി. തിരുവനന്തപുരം സെന്ററിനെ ദൈവം വഴി നടത്തി. നമ്മുടെ 17 ഇടവുകൾ നമ്മുടെ വിശ്വാസ സമൂഹം എല്ലാവരും ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് ഈ പ്രത്യാശയിൽ, ഈ വിശ്വാസത്തിൽ കർത്താവാണ് ഞങ്ങളുടെ ബലം. ഈ എളിയ സഭയെ ഈ 65 വർഷങ്ങൾ നടത്തിയ ദൈവം ഇതിനെ മുന്നോട്ട് നടത്തുവാൻ മതിയായവരാണ്. ഞങ്ങൾ ഓരോ ഇടവുകളെയും നടത്തുവാൻ മതിയായവരാണ്. അവിടെ ഞങ്ങൾ പരമാർത്ഥതയോടെ, വിശ്വസ്തയോടെ വിശുദ്ധ ജീവിതം നയിച്ച് കർത്താവിനായി സമർപ്പിച്ച് ഞങ്ങൾക്ക് ലഭിക്കുന്ന അവസരങ്ങൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ജീവിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുക. ഇതാണ് ഞങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. അതിനായിട്ട് ദൈവസന്നിധിയിലേക്ക് നമ്മളെ സമർപ്പിക്കാം. വലിയവനായ ദൈവം നമ്മെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ രക്ഷയ്ക്കായി വന്നവനും ഞങ്ങളെ ഉയർത്തുന്നതിനും ഞങ്ങളുടെ വർഗത്തിന്റെ എന്നേക്കുള്ള പൂർക്കത്തിനുമായി ബഹുമാനിക്കുന്നവനുമായ ദൈവപുത്ര, പാപപരിഹാരം ചെയ്തിരിക്കുന്നതായ അങ്ങയുടെ ക്രൂശിലെ യാഗത്താൽ ഉണ്ടായിരിക്കുന്ന പാപമോചനത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനുമായി ഗോൽഗോഥായിൽ തന്നെത്താൻ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന നമ്മുടെ കർത്താവ് യേശുമിശിഹായെ ഓർമ്മിക്കുന്നതിനായി ഇവ നമുക്ക് നൽകപ്പെടുന്നു. ദൈവത്തിലുള്ള പ്രാർത്ഥനയോട് സമർപ്പണത്തോട് മുന്നോട്ട് പോകുന്നു. മേശയിൽ പങ്കുചേരാം. Thank you.
വിശുദ്ധ കൂട്ടായ്മയിൽ പങ്കുകൊള്ളുന്നതിന് ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കിയ അങ്ങയുടെ കരുണയുടെ നിമിത്തം ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണർച്ചയ്ക്കും ശക്തിക്കും പ്രയോജനപ്രദമാക്കി തീർക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ബലഹീനദാസരായ ഞങ്ങൾക്കും ഞങ്ങളുടെ പ്രാർത്ഥനയാൽ കരുണയും സഹായവും ലഭിക്കാൻ നിങ്ങൾ സന്തോഷപൂർവ്വം ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പീൻ. ശുശ്രൂഷയിൽ വ്യാപരിച്ച അളവില്ലാത്ത ദൈവകൃപയ്ക്കായി ഞങ്ങളെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ സഭയ്ക്കായി സഭയുടെ വിവിധ സെന്ററുകൾക്കായി പ്രത്യേക തിരുവനന്തപുരം സെന്ററിലെ 17 ഇടവുകളിൽ നിന്ന് ഒരുമിച്ച് സംയുക്തമായി ആരാധനയ്ക്കായി എടുത്തു വന്ന ദൈവജനത്തിനായി സ്തോത്രം. കഴിഞ്ഞ 2 ദിവസങ്ങളിലെ കൺവെൻഷൻ യോഗങ്ങൾ അനുഗ്രഹമാക്കി തീർന്ന കൃപയ്ക്കായി ഞങ്ങളെ വാഴ്ത്തുന്നു. കേട്ട സന്ദേശങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചതായുള്ള വചനം ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറുവാൻ രക്ഷിക്കുന്നു. കേൾക്കണമേ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ പ്രിയരേന എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ശുശ്രൂഷയിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കുമാറാകട്ടെ. പിതാവും പുത്രൻ പരിശുദ്ധാത്മാവുമായ ദൈവത്തിന്റെ കൃപകളും അനുഗ്രഹങ്ങളും ആശീർവാദവും നാം എല്ലാവരോടും നമ്മുടെ സെന്ററിലെ എല്ലാ ഇടവുകളോടും ഭവനങ്ങളോടും ശുശ്രൂഷകളോടും കൂടെ ഇന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.